വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു കേട്ട പ്രശ്നങ്ങൾ മാത്രമല്ല, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. 1.5 നൂറ്റാണ്ട് നമുക്ക് പരിചയമുള്ളത്, നമ്മൾ പരിശീലിച്ചത്, പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നതുമായ ചില നിയമങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ പീനൽ കോഡ്. മെക്കാളെ അത് തയ്യാറാക്കിയത് അത്ര നിസ്സാരമായിട്ടായിരുന്നില്ല. ദീർഘവർഷങ്ങളുടെ അദ്ദേഹം ഒരു അസാമാന്യ ബുദ്ധി ഉള്ള ആളെ, നമ്മുടെ അംബേദ്കറെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ. അപ്പം അദ്ദേഹം അവധാനതയോടെ തയ്യാറാക്കിയ ആ നിയമങ്ങൾ 1.5 നൂറ്റാണ്ടായി നമ്മൾ പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് പരിചയമുള്ളതും നമ്മൾ ആഴത്തിൽ പഠിച്ചതുമായ ഒരു നിയമം. അതിങ്ങനെയാണോ ഇല്ലാതാക്കേണ്ടത്, പുതിയ നിയമം കൊണ്ടുവരേണ്ടത് എന്ന ചോദ്യം ആദ്യമേ ഉണ്ട്. ഈ 3 നിയമങ്ങൾ, ഇന്ത്യൻ പീനൽ കോഡിനും ക്രിമിനൽ പ്രൊസീജിയർ കോഡിനും ഇന്ത്യൻ എവിഡൻസ് ആക്ടിനും പകരമായിട്ടുള്ള 3 നിയമങ്ങൾ. അവയുടെ പേര് തന്നെ വിചിത്രമാണ്. എനിക്കിപ്പോഴും അത് നോക്കാതെ പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. IPC, CRPC എന്നൊക്കെ പറയുന്നത് പോലെ പറഞ്ഞു പോകാൻ കഴിയില്ല. ഏറ്റവും വലിയ ദോഷം, സുപ്രീം കോടതി പരിശോധിക്കേണ്ടതായ ഒരു ദോഷം, പരിശോധിക്കേണ്ടിയിരുന്നതായ ഒരു ദോഷം, അതെങ്ങനെയാണ് പാസ്സാക്കിയത്? പാർലമെൻറ്റിൽ പ്രതിപക്ഷം ഇല്ലാത്ത സമയം നോക്കി ചർച്ച പോലും നടത്താതെ അത് പാസ്സായിരിക്കുകയാണ്. സാധാരണ നിയമമാണെങ്കിൽ പോലും അതിന് സെലക്ട് കമ്മിറ്റിക്കോ സബ്ജക്റ്റ് കമ്മിറ്റിക്കോ ഒക്കെ വിട്ട് എന്തെല്ലാം തരത്തിലുള്ള പരിശോധനകൾ നടക്കും. ഇതൊരു പരിശോധനയില്ലാതെ, പാർലമെൻറ്റിൽ ചർച്ചയില്ലാതെ പാസ്സാക്കിയ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപകടം, അല്ലെങ്കിൽ അതിൽ പതിയിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി ഉത്ഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ എത്രയോ വലുതായിരിക്കും. അത്ര നിസ്സാരമായ നിയമങ്ങളല്ലാതെ ഒരു പൗരൻ്റെ വ്യക്തിയുടെ ജീവിതത്തെ സമഗ്രമായി ബാധിക്കുന്ന 3 നിയമങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പാസ്സാക്കിയ നിയമം പാർലമെൻറ്റ് ഇപ്പോൾ സ്പീക്കർ ഒപ്പുവെച്ച് അംഗീകരിച്ചാൽ പാസ്സായി എന്ന് പറയും. അത് ഒരു പുനഃപരിശോധന വേണം എന്നല്ല ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷങ്ങൾ ആവശ്യപ്പെട്ടത്. അന്നത്തെ പ്രതിപക്ഷമല്ലല്ലോ, ഇപ്പോൾ കരുത്തുള്ള പ്രതിപക്ഷമാണ്. പക്ഷെ ഒന്നിനും വഴങ്ങുന്ന കൂട്ടത്തിലല്ല ഈ നിയമങ്ങൾ പൈലറ്റ് ചെയ്ത അമിത്ഷാ. വാശിക്ക് നടപ്പാക്കാൻ പോവുകയാണ്. നടപ്പാക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ കൊളോണിയൽ നിയമങ്ങൾ അല്ലെങ്കിൽ കരുനിയമങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിച്ച് തള്ളിക്കളയാവുന്നതല്ല നമുക്ക് പരിചയമുള്ള ഈ നിയമങ്ങൾ. കൊളോണിയൽ ഭരണകാലത്ത് ഉണ്ടായ നിയമങ്ങളാണ് എന്നത് ശരിയാണ്. അതിൽ നമ്മൾ പല കൂട്ടിച്ചേർക്കലുകളും പരിഷ്കാരങ്ങളും ഒക്കെ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ അത് നമ്മുടെ നിയമമാണ്, കൊളോണിയൽ നിയമമൊന്നുമല്ല. അവിടെ നിലവിലുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്ന IPCയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ദീർഘകാലമായി, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി മുതൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് രാജ്യദ്രോഹം തന്നെയാണ്, IPCയിലെ 124A. നമ്മൾ പുതിയ നിയമം വന്നപ്പോൾ അതൊക്കെ എടുത്തു കളയും, പരിഷ്കാരങ്ങളുണ്ടാകും, ജനാധിപത്യപരമായ രീതിയിൽ ആ നിയമങ്ങൾ ഉടച്ചു വാർക്കപ്പെടും എന്നാണ് കരുതിയതെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. വകുപ്പിൻ്റെ സംഖ്യ മാറി. 124A മാറി വേറെ ഏതോ താഴേക്ക് വേറൊരു നമ്പർ ഇട്ടു. എന്നിട്ടത് കുറേ കൂടി കഠിനമാക്കിയിരിക്കുകയാണ്. മറ്റൊന്ന് ഗാന്ധിയൻ സമരമാർഗമല്ലേ നിരാഹാര സത്യാഗ്രഹം എന്നുള്ളത്. ഇപ്പോൾ നിരാഹാര സത്യാഗ്രഹം കുറ്റകരമാണ്. നിങ്ങളൊരു ഉദ്യോഗസ്ഥൻ്റെ മേൽ അദ്ദേഹത്തിൻ്റെ അധികാര വിനിയോഗത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി നിരാഹാരം കിടന്നാൽ കുറ്റം ചുമത്തി ആത്മഹത്യക്കുള്ള ശ്രമമായി അത് കുറ്റമാക്കി 1 വർഷം തടവ് കിട്ടും. അപ്പോൾ അതൊരു സമീപനമാണ്. ഈ ഗാന്ധിയൻ രീതികളൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി അതിലുണ്ട്. രാജ്യദ്രോഹം എന്നത് പ്രവൃത്തി കൊണ്ടുള്ള രാജ്യദ്രോഹമല്ല, വാക്കുകൾ കൊണ്ടുള്ളത്. അതാണല്ലോ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞത്. ഈ 124A അടിയന്തരമായി എടുത്തു കളയണം എന്നധികം ആവശ്യപ്പെട്ടത് ആ കാരണത്താലാണ്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ജനാധിപത്യത്തിലെ പ്രാണവായുവായി നമ്മൾ കരുതുമ്പോൾ അതിന് വിരുദ്ധമായി സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞാൽ അത് രാജ്യദ്രോഹമായി പരിഗണിക്കപ്പെടുന്ന അവസ്ഥ. ചില വാക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സുഹൃത്ത് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധം, ആ രാജ്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം നടത്താമോ എന്നുള്ളത്. ഗവൺമെൻറ്റിന്
സൗഹൃദം തോന്നുന്ന രാജ്യങ്ങളോടെല്ലാം നമുക്ക് സൗഹൃദം തോന്നണമെന്നില്ല ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ നിലപാടിനോട് നമുക്ക് യോജിപ്പുണ്ടാകണമെന്നില്ല. ഏറ്റവും നല്ല ഉദാഹരണം ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സഖ്യത്തിലുള്ള സൗഹൃദത്തിലുള്ള രാജ്യമാണ്, നയതന്ത്ര ബന്ധമുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ നടപടികൾ, പ്രത്യേകിച്ച് പലസ്തീനികളോടുള്ള അവരുടെ സമീപനം, അത് തെറ്റാണ് എന്ന് തോന്നിയാൽ എനിക്കത് പറയാനുള്ള അവകാശമില്ല. പക്ഷേ പുതിയ നിയമത്തിൽ അതില്ല. ഏത് രാജ്യമാണ് സൗഹൃദ രാഷ്ട്രം, ഏത് രാജ്യമാണ് ശത്രു രാജ്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മുടെ അയൽ രാജ്യങ്ങളുമായി നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ചൈനയുമായി പ്രശ്നങ്ങളുണ്ട്, പാകിസ്ഥാനുമായി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചൈനയുടെ ഒരു നേട്ടത്തെ പ്രശംസിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു സ്പോർട്സ് വിജയത്തെ നമ്മൾ അഭിനന്ദിച്ചാൽ അത് രാജ്യദ്രോഹമാകുമോ? അപ്പം അങ്ങനെയുള്ള പ്രാകൃതമായ സമീപനങ്ങൾ ഈ നിയമത്തിൽ ധാരാളം കാണാം. ഇത് ആയിരക്കണക്കിനെന്ന് പറഞ്ഞാൽ പോരാ, അതിൽ കൂടുതൽ ആളുകൾക്ക് ദിനേന കൈകാര്യം ചെയ്യേണ്ടതായ നിയമമാണ്. രാജ്യത്ത് എത്രയോ പോലീസ് സ്റ്റേഷനുകളുണ്ട്. അവിടെയല്ലേ FIR ഇടുന്നത്, കുറ്റപത്രം തയ്യാറാക്കുന്നതൊക്കെ അവിടെയല്ലേ. അവർ പഠിച്ചിട്ടുണ്ട് പോലീസുകാർ പഴയ നിയമം തന്നെ ശരിക്കും പഠിച്ചിട്ടില്ല. അപ്പോൾ പുതിയ നിയമം അവരവിടെ പഠിക്കാനാണ്. അതിനെന്ത് ഏർപ്പാടാണ് ഉണ്ടാക്കിയത്? അഭിഭാഷകർ, അഡ്വക്കേറ്റ്സ്, ഞാനുൾപ്പെടെയുള്ളവർ, എൻ്റെ അജ്ഞത തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. അപ്പോൾ ഇത്രയും അഭിഭാഷകർ അവർ കഷ്ടപ്പെട്ട് അല്പം IPCയും CRPCയും ഒക്കെ പഠിച്ചിട്ടാണ് ഈ കോടതിയിൽ പോകുന്നത്. അതെല്ലാം മാറിയിരിക്കുകയാണ്. ന്യായാധിപന്മാർ, അവർക്കും പ്രശ്നമില്ലേ? അവർ ഇന്നലെ വരെ കൈകാര്യം ചെയ്ത നിയമം അല്ല ഇപ്പോൾ ഇന്നു മുതൽ അവർ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ആവശ്യമായ ഒരുക്കങ്ങളില്ലാതെ, നിയമനിർമ്മാണത്തിൽ ആവശ്യം വേണ്ടതായ അവധാനതയില്ലാതെ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രമല്ല ഈ രണ്ട് നിയമങ്ങളും സമാന്തരമായി പോകണ്ടേ? നമ്മുടെ നാട്ടിൽ ഒരു കേസ് എത്ര കൊല്ലം കഴിഞ്ഞ് അവസാനിക്കും എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇന്നലെ വരെ ചാർജ് ചെയ്യപ്പെട്ടതും വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ വിചാരണ കാത്തു കിടക്കുന്നതുമായ കേസുകളൊക്കെ പഴയ നിയമം അനുസരിച്ചാണ്. ഇന്നു മുതൽ സംഭവിക്കുന്നതെല്ലാം പുതിയ നിയമം അനുസരിച്ചാണ്. ഈ രണ്ട് നിയമങ്ങളുടെയും പ്രയോഗത്തിൽ അത് ഉണ്ടാകാനിടയുള്ള കൺഫ്യൂഷൻ, ആ വാക്കിന് ഉപയോഗിക്കാം, കൺഫ്യൂഷൻ, പരസ്പര വിരുദ്ധമായ സന്ദർഭങ്ങളും അവസരങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അതൊക്കെ വലിയ പ്രശ്നമാണ്. നമുക്കിപ്പോൾ ഈ പുതിയ നിയമങ്ങൾക്ക് ജൂലൈ 1 പ്രാബല്യത്തിൽ വന്ന ഈ ശിക്ഷാ നിയമത്തിനും നടപടിക്രമത്തിനും തെളിവ് നിയമത്തിനുമൊക്കെ മുൻകാല പ്രാബല്യം നൽകാൻ കഴിയില്ല. അത് ഭരണഘടനയുടെ വിലക്ക് അവിടെയുണ്ട്. ഒരു കുറ്റം ചെയ്തപ്പോൾ ഏത് നിയമമായിരുന്നുവോ ആ നിയമമനുസരിച്ച് വിചാരണയും ശിക്ഷയും ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം അനന്തകാലത്തോളം, നമ്മുടെയൊക്കെ ജീവിതകാലത്തൊന്നും ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ അവസാനിക്കില്ലല്ലോ. അതിൻ്റെ അർത്ഥം അനന്തകാലത്തോളം സമാന്തരമായ രണ്ട് നിയമവ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. അത് രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന കൺഫ്യൂഷൻ ചില്ലറയൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പാർലമെൻറ്റ് ഔപചാരികമായി പാസ്സാക്കി കഴിഞ്ഞ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമം എന്ന് പറയാം. എങ്കിൽ പോലും അത് ജനാധിപത്യ വിരുദ്ധമായി പാസ്സാക്കിയെടുത്ത നിയമങ്ങളാണ്. പാർലമെൻറ്റിൽ ചർച്ചയില്ലാതെ പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യത്തിൽ പാസ്സാക്കിയെടുത്ത നിയമങ്ങൾ. നമുക്കാർക്കും അറിഞ്ഞുകൂടാ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് ജൂലൈ 1 എന്ന തീയതിക്ക് പ്രത്യേകിച്ച് സാങ്ക്ടിറ്റി ഒന്നുമില്ല. പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ ഈ നിയമങ്ങൾ ഒരു പാർലമെൻ്ററി സമിതിയുടെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ.
ഈ നിയമങ്ങളുടെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഹർജി സുപ്രീം കോടതി തള്ളി എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. തള്ളിയതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഇതെല്ലാം രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമമാണ്, വിജ്ഞാപനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു, അത് സുപ്രീം കോടതി ശരിവെച്ചു എന്നൊക്കെയുള്ള ന്യായങ്ങൾ മുൻനിർത്തി ഈ നിയമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ ക്രിമിനൽ നീതി നിർവഹണ രംഗം ആകെ അലങ്കോലമാകാൻ പോവുകയാണ്.